ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഓണമൊക്കെ ആയിട്ട് എന്താണ് വിശേഷം? ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നല്ല രീതിക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഓണാഘോഷം കാര്യങ്ങൾ അത് ആ ഒരു നവോദയയുടെ ആ ഒരു പ്രോഗ്രാം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടേതും ഉണ്ടാവും. അപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുമുണ്ട്. അതായത് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം എൻ്റെ ഫോണിൽ ഞാൻ മുമ്പേ എടുത്തിട്ടിരുന്ന വീഡിയോസാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോഴും എന്താ AC ഇട്ടിട്ട് കൂടി ഇതാക്കണ്ടായിരുന്നു വിയർക്കുന്നത്, കാരണം അത്രയ്ക്ക് ചൂടാണ്. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ മറ്റേത് ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അതൊക്കെ മാറ്റിവെച്ച് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തതാണ്. വീണ്ടും നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോവാം. അപ്പം ഇന്നിപ്പം ഞാൻ റെഡി ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പർച്ചേസ് എന്ന് പറയാനൊന്നും ഇല്ല. എന്നാലും റൂമിലിരുന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കെന്തോ ഒന്ന് പുറത്ത് പോകണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയാണ്. അല്ലെങ്കിൽ ഉള്ള എൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുക. രാവിലെ എണീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി പോകും. രാവിലെ അല്ല, ഉച്ചയാകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുക, എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുക, കഴിക്കുക, വീണ്ടും കയറി കിടന്ന് ഉറങ്ങുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഡെയിലി ഹോബീസ്. എനിക്കിതാണ് ഇപ്പോൾ എനിക്കിഷ്ടം. കാരണം പുറത്ത് പോകാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനോ ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് കരുതിയതാണ് ഇന്ന് ഞാനൊന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഭയങ്കര ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട് പുറത്ത്. എന്നാലും നമുക്ക് പോയിട്ട് വരാം അല്ലേ? അപ്പം വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഷോപ്പിൽ വന്ന് നിൽക്കുകയാണ്. വണ്ടി വരുമ്പോൾ നമുക്ക് പോകാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നെസ്റ്റോയിലാണേ. നെസ്റ്റോയിൽ അത്യാവശ്യം ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുക്കാനല്ല വന്നത്. അതുകൊണ്ട് പിന്നെ ഓഫർ നോക്കി തിരയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാം, നൈസായിട്ട് ഇവിടെ നിന്ന് പോവാം. ഓഫറൊക്കെ കഴിഞ്ഞ് അടുത്ത ഓഫറിൻ്റെ ഇതിവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പറക്കി മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ബാക്ക് ടു സ്കൂൾ ഓഫറിൻ്റെ അത് വീണ്ടും ഇടുന്നെന്ന് തോന്നുന്നു. സ്കൂൾ തുറക്കാനുള്ള ടൈം ആയില്ലേ, അതുകൊണ്ടാണ്. ഇവിടെ സ്കൂൾ തുറക്കാനായിട്ട് ഉള്ള സമയമായി വരുന്നതേ ഉള്ളേ. മുമ്പ് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇതിലപ്പം. ഇപ്പം ആ ഒരു സെയിം ബാക്ക് ടു സ്കൂൾ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവിടെ 10 റിയാലിൻ്റെ ഓഫറിൻ്റെ സമയം വരുന്നത് കേട്ടോ. അതൊക്കെ മാറിയിട്ടതാണ് ഇപ്പോൾ ഇവിടെ ബാക്ക് ടു സ്കൂളിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ആയിരുന്നെങ്കിൽ ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം തരാത്ത രീതിയിൽ ഇവിടെ വന്ന് മിക്ക സാധനങ്ങളും അവൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് വന്നേനായിരുന്നു. കാരണം അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ആ ഒരു സെക്ഷനിലോട്ട് പോലും പോയിട്ടില്ല കേട്ടോ. കണ്ട ഇതുപോലെയാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു വണ്ടിയുടെ സെറ്റപ്പിലൊക്കെ സ്കൂൾ വണ്ടിയുടെ ഇത് ഉണ്ടോ? ഞാനതാ നോക്കിയത്. ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്ക് ടു സ്കൂളെന്ന് അവിടെ ആ സൈഡിൽ എഴുതി വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തത് എന്താണ് ഈ ബാക്ക് ടു സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ പിന്നെയാണ് ഞാൻ ഓർത്തത്, നാട്ടിലാണ് ജൂണിൽ സ്കൂൾ തുറക്കുന്നത്. ഇവിടെ ഒരുപാട് ലേറ്റായിട്ടാണല്ലോ. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടി എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോഴത്തേക്ക് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു, അത്ര ട്രസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ച്. പക്ഷേ ഇവിടെ ഞാൻ 5.95 വാങ്ങിച്ചുകൊണ്ടിരുന്ന ഗ്രീൻ ഫ്രോസൻ്റെ ഈ ഒരു മരിച്ചീനിയുടെ വില കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.95. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റേറ്റ് കൂടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ. ആവശ്യത്തിന് എടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും എടുത്ത് അപ്പോൾ വന്നിട്ട് ഞാൻ നല്ല ഞണ്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞണ്ടൊക്കെ പ്രത്യേക വീക്ക്നെസ്സാണ്, അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഐറ്റത്തിൻ്റെ 1 kg ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫ്രിഡ്ജിന് ഇപ്പോഴത്തെ ചൂടനുസരിച്ച് തണുപ്പ് നിൽക്കാൻ ഒരു ചാൻസ് കുറവാണ്. മീൻ മേടിക്കാനാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. അപ്പം മീനിൽ അത്യാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റം ഞാൻ കണ്ടിട്ടുണ്ട്, ഞണ്ടാണ്, വേറൊന്നുമില്ല. അപ്പം
അതെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്രാബ്, അപ്പോൾ അതൊരു 2 kg എടുത്തിട്ടുണ്ട്. എത്ര? ഞാൻ ചീര എടുക്കാനായിട്ട് വന്നതാണ്. ചീര എടുക്കാൻ വന്നപ്പോൾ ചീര കംപ്ലീറ്റ് ഇതാ ഇങ്ങനെ വാടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്തോ എടുക്കാൻ തോന്നുന്നില്ല. വെള്ളം തളിച്ച് വെച്ചേക്കുന്നതിൽ കുറച്ചൊരു ഫ്രഷ്നെസ് ഉണ്ടെന്ന് തോന്നും നമുക്ക്. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം എന്താ ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഓവറായിട്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സ് അത് ആവശ്യത്തിലേറെ എടുത്തിട്ടുണ്ട്. അതെപ്പോഴും വേണം. അല്ലാതെ ഇപ്പം ഡയറ്റും കൂടെ കൂടുതൽ നോക്കുന്നത് കൊണ്ട് എന്താ പറയുക, സ്നാക്സ് ആയിട്ട് അങ്ങനെ വേറെ ഒരുപാട് ഐറ്റംസ് വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ എടുത്ത് നമ്മൾ ഇനി ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവേണേ. ഇവിടെ പഴയ പോലെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഒരിതൊന്നും നമുക്ക് പറയാനായിട്ടില്ല. എന്താ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി നമ്മൾ വെച്ച് കൊടുത്ത് ബില്ലടിക്കട്ടെ. അപ്പം നമ്മളിതാ ഷവർമ്മ മേടിക്കാനായിട്ട് കയറിയിരിക്കണേ. അങ്ങനെ അപ്പം ഞാൻ എന്താ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഷവർമ്മ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ഷവർമ്മ മേടിക്കാൻ വേണ്ടി കയറിയിട്ടില്ല. ഒരു 5-10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബില്ല് പേ ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് കറക്റ്റ് ഞാനത് ഓർമ്മിച്ചതും പറഞ്ഞത്. പിന്നെ വേറെ എന്താണ്, റോഡിലൊക്കെ തിരക്കുണ്ട്, പക്ഷേ ഷോപ്പുകളിലൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച കൂട്ടത്തിൽ ക്രാബൊക്കെ വാങ്ങിച്ച് വെച്ചേക്കല്ലേ. അപ്പം പോയിട്ട് ലേറ്റായി കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഈ ഒരു ചൂടത്ത് ചിലപ്പം ഇല്ലാതായി പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് പോവാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം അല്ലേ. കുറച്ച് സമയമായല്ലോ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ വരുന്നതുമില്ല. അപ്പം വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അപ്പം വീട്ടിലെത്തി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലൊക്കെ പറക്കിയൊക്കെ വെച്ചിട്ട് ഇതാ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണേ. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. അപ്പം കഴിച്ചിട്ട് നമുക്ക് പോയി കറി വയ്ക്കാം.